ഇത് ഞങ്ങളിവിടെ മണിച്ചേനെ ക്ഷണിക്കാൻ വന്നപ്പോൾ ഇതിലേക്ക് ക്ഷണിക്കാൻ വന്നപ്പോൾ സാധാരണ നമ്മൾ ഗുരുക്കന്മാർക്കാണ് ദക്ഷിണ വെക്കാറുള്ളത്, ശിഷ്യന്മാർ. പക്ഷേ ഇവിടെ യഥാർത്ഥ ഗുരുവിനെ മണിച്ചേനെ ദക്ഷിണ വെച്ചിരിക്കുകയാണ്. എന്താ മണിച്ചേട്ടാ ഇത് സംഭവം എന്താണ്? ഇത് മാഷ് ഗംഗാധര മാഷ് എന്നെ പഠിപ്പിച്ച മാഷാണ്. അതുകൂടാതെ തന്നെ NCCയിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, NCCയുടെ ബോർഡ് വീണ്ടും റീപെയിൻറ്റ് ചെയ്ത് ഞാനായിരുന്നു ഓർക്കണം. പക്ഷേ പിന്നെ അതുകൂടാണ്ട് തന്നെ NCC വൈകുന്നേരം ആവാൻ വേണ്ടി ഞാൻ കാത്തിരുന്നുണ്ട് പലപ്പോഴും. കാരണം അവിടുന്ന് സ്കൂളിൽ നിന്ന് മാഷിൻ്റെ ഇതിൽ തന്നെ NCCയിൽ നിന്ന് ഞങ്ങൾക്ക് മുട്ടയും പിന്നെ ബ്രെഡും കിട്ടുന്ന ദിവസം ഒരു ഇതുണ്ടായിരുന്നു. അപ്പം 2 ദിവസം 3 ദിവസമൊക്കെയാണ് ഉണ്ടാവുള്ളൂ, 2 ദിവസം. അത് ഹൈസ്കൂളാവാൻ വേണ്ടി ഞാൻ കാത്തിരുന്നിരുന്നു, ഇതിലേക്കൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കാല് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം അന്നേ മുതൽ മാഷായിട്ട് അത്രയും നല്ല അടുപ്പാണ്. ഇന്നും ആ ബന്ധം ഒരു ഗുരു ശിഷ്യൻ എന്നുള്ളൊരു രീതിയിലല്ല. മാഷും നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. പിന്നെ അത് കൂടാതെ തന്നെ ഞാനൊക്കെ വയസ്സായി, മാഷ് അന്ന് ഇന്നും ഒരുപോലെ ചെറുപ്പമായിട്ടിരിക്കുന്നത്. ഇത് മാഷിന്റെ ഗുരുദക്ഷിണയല്ല, മാഷെ തൊട്ടറിയാവുന്ന ആളാണ്. ഇതിപ്പോ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഇവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ക്ഷണം അല്ല. ഞാൻ ക്ഷണിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ സാധാരണ തമിഴ്നാട്ടിലൊക്കെ ഒരു അഡ്വാൻസ് കൊണ്ടുവരണമെങ്കിൽ അതിൽ മാലയും പൈസ കാര്യങ്ങളെല്ലാം കൊണ്ടാണ് നമുക്ക് തരാം. പക്ഷെ ഇതിപ്പോ ആ കൾച്ചർ നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്നാണ് മാഷ് പറഞ്ഞിരുന്നത്. ഹൈന്ദവ സംസ്കാരത്തിൽ ഇതുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഈ ഗുരുപൂജ പരിപാടികൾ വരുമ്പോൾ ഗുരുവിനെ ക്ഷണിക്കാൻ മുമ്പ് ഇതേമാതിരി അതേമാതിരി. പക്ഷെ ഇതൊക്കെ ഇപ്പൊ നമ്മുടെ ഇതൊക്കെ മറന്നു തുടങ്ങിയെന്നാണ്. ഇത് എനിക്ക് ആ കൾച്ചർ തമിഴ്നാട്ടിലുള്ളതാണ്. പക്ഷെ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനൊരു ക്ഷണം എനിക്ക് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളാ ശതാബ്ദിക്ക് ഞാനിവിടെ ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ വന്നിരിക്കും, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോവാം കേട്ടോ. വെറും വാക്കല്ല. ഞാൻ ഈ പരിസരത്തുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വന്നിരിക്കും. ഷൂട്ടിങ്ങിൻ്റെ തിരക്കായതുകൊണ്ടാണ്. പിന്നെ ഞാനൊരു തമാശ കൂടി പറയട്ടെ. ഉണ്ടായ സംഭവമാണ്, NCCയിൽ പണ്ട് അവിടെ ഒരു കിറ്റ് ഉണ്ട്, മാഷ് ഓർക്കണ്ടോ? നമ്മുടെ ബ്രെഡ് മേടിക്കാൻ പോണ കിറ്റ്. അന്ന് ഇവിടെ കാളിയൻ ജോസ് എന്ന് പറഞ്ഞ ഒരാളുടെ കടയുണ്ട് ഇവിടെ സൗത്തില്. അവിടെ നിന്ന് നേരെ സൈക്കിൾ എടുത്തിട്ട് NCCയുടെ ഡ്രസ്സിൽ തന്നെയാണ് ഈ ഇത് മേടിക്കാൻ വരാം. വാങ്ങിക്കാൻ വന്ന ഒരു ദിവസം എനിക്ക് ഉണ്ടായ അനുഭവം ഉണ്ടാ. അന്ന് നിർമ്മല കോളേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാളിയൻ ജോസ്, നിർമ്മല കോളേജ് വിട്ട് കഴിഞ്ഞാൽ കാളിയൻ ജോസിന്റെ കടയുടെ സൈഡിലാണ് ഈ പെണ്ണുങ്ങളെല്ലാവരും നിൽക്കുക. അപ്പൊ ഇവരുടെ മുമ്പിലൊന്ന് ഷൈൻ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഒരു മിലിറ്ററിക്കാരൻ വരണ മാതിരി ഞാൻ ഈ സൈക്കിളിൽ ഇങ്ങോട്ട് വന്നു, നിർത്തി. കടയിലേക്ക് ആരും മൈൻഡ് ചെയ്യാണ്ട് ഞാൻ അകത്ത് കയറി. ചായ ഉണ്ടോ ഒന്ന് മേടിച്ചു മോനെ. കടയിലേക്ക് ആരും മൈൻഡ് ചെയ്യാണ്ട് ഇട്ടാ ചായ കുടിക്കാം എടുത്തോ പക്ഷേ അങ്ങനെ ആരും മൈൻഡ് ചെയ്യാണ്ട് ഞാൻ അവിടെ കയറി നേരെ ഈ ബ്രെഡൊക്കെ മേടിച്ചു. ബ്രെഡ് മേടിച്ചു കഴിഞ്ഞിട്ട് അതേ സ്പീഡില് അപ്പൊ ഒരു 2 മീറ്റർ വീതിയിൽ ചാലക്കുടി സൗത്ത് മുതൽ ഗവൺമെന്റ് ആശുപത്രിയുടെ മുതലേ വേസ്റ്റ് പോണൊരു തോടുണ്ട്. ഭയങ്കര സ്റ്റൈലിൽ ഞാൻ ഈ ബാഗ് ഇട്ടിട്ട് ഇങ്ങോട്ട് വന്ന് നേരെ ഈ കുഴിയിലേക്ക് ഞാൻ വീണിട്ട് ഒന്നും നോക്കാൻ പോയില്ല. അങ്ങനെ തന്നെ അവിടെ നിന്ന് കയറിയിട്ട് സൈക്കിളുമ്പോൾ ഞാൻ പോകുമ്പോൾ ഈ ചെളി ഇങ്ങനെ വീണ് പോകുന്നുണ്ട് റോട്ടിൽ. ഒന്നും മിണ്ടാൻ പോയില്ല. ആ NCCയിൽ പോയപ്പോൾ അങ്ങനെ ഒരു അനുഭവം. ബ്രെഡിലൊന്നും ആയില്ലല്ലോ എന്നുള്ളൊരു പാട്. ഞാൻ എന്നിട്ട് അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് മാഷോട് അന്ന് ചെയ്ത ദ്രോഹമാണ്. അത് പറയാതെ കണ്ടാണ് ഞാൻ അന്ന് അവിടെ വന്നത്. പക്ഷെ അങ്ങനെ ഒരു എനിക്ക് പറ്റിയിട്ടുണ്ട്.